Hi, I'm Shamir. Welcome back. Learn English through stories. Listening stories is a good way to learn English. This is not a wrong way to learn English. If you want to speak English, you have to practice. Unless you practice, you cannot speak English. I'm sure that this video will help you to learn English. Once upon a time, പണ്ടൊരിക്കൽ, a great monk was lying on his deathbed. ഡെത്ത് എന്നാൽ അർത്ഥം മരണക്കിടക്ക എന്നുള്ള അർത്ഥമാണ്. വാസ് ലൈയിങ് എന്നാൽ കിടക്കുകയായിരുന്നു. മങ്ക് എന്ന് വെച്ചാൽ സന്യാസി. ഗ്രേറ്റ് എന്നാൽ മഹാനായ. പണ്ടൊരിക്കൽ ഒരു മഹാനായ സന്യാസി അദ്ദേഹത്തിൻ്റെ മരണക്കിടക്കയിൽ കിടക്കുകയായിരുന്നു. ബിഫോർ പാസിംഗ് അവേ, മരണപ്പെടുന്നതിന് മുമ്പ്. ഹീ സെഡ് ടു ഹിസ് യങ് ഡിസൈപ്പിൾ. ഡിസൈപ്പിൾ എന്നാൽ അർത്ഥം ശിഷ്യൻ എന്നാണ് അർത്ഥം. ബിഫോർ പാസിംഗ് അവേ, മരണപ്പെടുന്നതിന് മുമ്പ്, ഹീ സെഡ് അദ്ദേഹം പറഞ്ഞു, ടു ഹിസ് യങ് ഡിസൈപ്പിൾ അദ്ദേഹത്തിൻ്റെ ഒരു ഇളയ പ്രായം കുറഞ്ഞ ഒരു ശിഷ്യനോട് അദ്ദേഹം പറഞ്ഞു, ഹു വാസ് ഓൾസോ ഹിസ് ചോസൺ സക്സസർ. ചോസൺ എന്നാൽ തെരഞ്ഞെടുക്കപ്പെട്ട എന്നുള്ള അർത്ഥമാണ്. സക്സസർ എന്നാൽ പിൻഗാമി. ഹു വാസ് ഓൾസോ ഹിസ് ചോസൺ സക്സസർ. അദ്ദേഹവും ഈ പറഞ്ഞ പ്രായം കുറഞ്ഞ ശിഷ്യനും അദ്ദേഹത്തിൻ്റെ തിരഞ്ഞെടുക്കപ്പെട്ട പിൻഗാമികളിൽ ഒരു വ്യക്തിയായിരുന്നു. ഓൾസോ എന്നാൽ അദ്ദേഹവും എന്ന് കാണിക്കാനാണ് ഓൾസോ എന്ന് ഉപയോഗിച്ചിട്ടുള്ളത്. റിമെമ്പർ വൺ തിങ്, ഒരു കാര്യം ഓർമ്മിക്കുക. റിമെമ്പർ എന്ന് വെച്ചാൽ ഓർമ്മിക്കുക. വൺ തിങ് എന്നാൽ ഒരു കാര്യം. നെവർ അലോ എ ക്യാറ്റ് ഇൻ ടു യുവർ ലൈഫ്. അലോ എന്നാൽ അനുവദിക്കുക. നെവർ അലോ ഒരിക്കലും അനുവദിക്കരുത് എ ക്യാറ്റ് ഒരു പൂച്ചയെ ഇൻ ടു യുവർ ലൈഫ് നിൻ്റെ ജീവിതത്തിലേക്ക് ഒരിക്കലും ഒരു പൂച്ചയെ കടന്നു വരാനായിട്ട് അനുവദിക്കരുത്. ആ കാര്യം ഓർമ്മിക്കുക. വിത്ത് ദീസ് ഫൈനൽ വേർഡ്സ്, ഈ അവസാന വാക്കുകളോടെ ഇത് പറഞ്ഞുകൊണ്ട്, ദ മാസ്റ്റർ ടുക്ക് ഹിസ് ലാസ്റ്റ് ബ്രത്ത്. ബ്രത്ത് എന്നാൽ ശ്വാസം എന്നാണ് അർത്ഥം. മാസ്റ്റർ എന്നാൽ ഗുരു. അദ്ദേഹത്തിൻ്റെ ഗുരു ഈ അവസാനത്തെ ഈ വാക്കുകൾ പറഞ്ഞുകൊണ്ട് അദ്ദേഹത്തിൻ്റെ അവസാനത്തെ ശ്വാസം വലിച്ചു. എ ലാർജ് ക്രൗഡ് ഹാഡ് ഗ്യാതേർഡ് ടു ഹിയർ ദ ലാസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് ദ റിവിയേർഡ് മങ്ക്. റിവിയേർഡ് എന്നാൽ അഭിവന്ദ്യമായ എന്നുള്ള അർത്ഥമാണ്. എ ലാർജ് ക്രൗഡ് ഒരുപാട് ജനങ്ങൾ. ക്രൗഡ് എന്നാൽ ജനക്കൂട്ടം. ഒരു വലിയ ജനക്കൂട്ടം. ഹാഡ് ഗ്യാതേർഡ് ഒരുമിച്ച് കൂടിയിട്ടുണ്ടായിരുന്നു. ടു ഹിയർ കേൾക്കാൻ വേണ്ടി. ദ ലാസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് അവസാനത്തെ മൊഴി, അവസാനത്തെ വാക്ക് കേൾക്കാൻ വേണ്ടിയിട്ട്. ഓഫ് ദ റിവിയേർഡ് മങ്ക് ഈ അഭിവന്ദ്യനായ ഈ സന്യാസിയുടെ അവസാനത്തെ വാക്ക് കേൾക്കാൻ വേണ്ടിയിട്ട് ഒരു വലിയ ജനക്കൂട്ടം ഒരുമിച്ച് കൂടിയിട്ടുണ്ടായിരുന്നു. എവ്രി വൺ വാസ് സർപ്രൈസ്ഡ് ബൈ ഹിസ് അൺയൂഷ്വൽ ലാസ്റ്റ് വേർഡ്സ്. അൺയൂഷ്വൽ എന്നാൽ അസാധാരണമായ എന്നുള്ള അർത്ഥമാണ്. എവ്രി വൺ വാസ് സർപ്രൈസ്ഡ് എല്ലാവരും ആശ്ചര്യപ്പെട്ടു. ബൈ ഹിസ് അൺയൂഷ്വൽ ലാസ്റ്റ് വേർഡ്സ് അദ്ദേഹത്തിൻ്റെ അസാധാരണമായിട്ടുള്ള ഈ വാക്കുകൾ കേട്ട്. പൂച്ചയെ ഒരിക്കലും ജീവിതത്തിലേക്ക് അനുവദിക്കരുത് എന്നുള്ള അദ്ദേഹത്തിൻ്റെ അസാധാരണമായിട്ടുള്ള വിചിത്രമായ വാക്കുകൾ കേട്ട് എല്ലാവരും ആശ്ചര്യപ്പെട്ടു. ഇൻക്ലൂഡിങ് ദ യങ് സക്സസർ ആ പിൻഗാമിയായിട്ടുള്ള, ഇൻക്ലൂഡിങ് എന്നാൽ അടക്കം, ആ യുവാവായിട്ടുള്ള പിൻഗാമിയായിട്ടുള്ള ആ ശിഷ്യൻ അടക്കം എല്ലാവരും അത്ഭുതപ്പെട്ടു. ഹീ കെപ്റ്റ് വണ്ടറിങ്. വണ്ടർ എന്നാൽ ആശ്ചര്യപ്പെടുക എന്നുള്ള അർത്ഥമാണ്. ഹീ കെപ്റ്റ് വണ്ടറിങ് അവൻ ആശ്ചര്യപ്പെട്ടുകൊണ്ടിരുന്നു. വൈ ഷുഡ് ഐ നോട്ട് അലോ എ ക്യാറ്റ് ഇൻ മൈ ലൈഫ്. വൈ ഷുഡ് ഐ നോട്ട് അലോ ഞാൻ എന്തുകൊണ്ട് അനുവദിക്കരുത് എ ക്യാറ്റ് ഒരു പൂച്ചയെ ഇൻ മൈ ലൈഫ് എൻ്റെ ജീവിതത്തിലേക്ക് എന്തുകൊണ്ട് ഒരു പൂച്ചയെ വരാനായിട്ട് ഞാൻ അനുവദിക്കാൻ പാടില്ല. ഇത് ചിന്തിച്ചുകൊണ്ട് അദ്ദേഹം ആശ്ചര്യപ്പെട്ടിരുന്നു. ദ മാസ്റ്റർ വാസ് ക്രിമേറ്റഡ് വിത്ത് ഫുൾ റിച്വൽസ് ആൻഡ് റെസ്പെക്റ്റ്. ക്രിമേറ്റ് എന്നാൽ ശവദാഹം നടത്തുക എന്നുള്ള അർത്ഥമാണ്. ദ മാസ്റ്റർ വാസ് ക്രിമേറ്റഡ് അദ്ദേഹത്തിൻ്റെ ഗുരുവിൻ്റെ ശവദാഹം നടത്തി. വിത്ത് ഫുൾ റിച്വൽസ് ആൻഡ് റെസ്പെക്റ്റ്.
വിത്ത് ഫുൾ റിച്വൽസ് എന്നാൽ അനുഷ്ഠാനങ്ങൾ ആൻഡ് റെസ്പെക്റ്റ്, പൂർണ്ണമായുള്ള ബഹുമാനത്തോടെയും മുഴുവനായിട്ടുള്ള അനുഷ്ഠാനങ്ങളുടെയും കൂടെ അദ്ദേഹത്തിൻ്റെ ശവസംസ്കാരം നിർവഹിക്കപ്പെട്ടു. ഹവവർ എന്നാൽ ദ യങ് മങ്ക് വാസ് സ്റ്റിൽ പസിൽഡ് ആൻഡ് കെപ്റ്റ് തിങ്കിങ്. പസിൽ എന്നാൽ വിഷമിക്കുക എന്നുള്ള അർത്ഥമാണ്. എന്നാൽ ആ യുവാവായിട്ടുള്ള സന്യാസി അപ്പോഴും ഇതിനെ പറ്റിയിട്ട് ചിന്തിച്ചുകൊണ്ട് വിഷമിച്ചുകൊണ്ടേയിരുന്നു. തിങ്കിങ് എബൌട്ട് ഹിസ് മാസ്റ്റേഴ്സ് ഫൈനൽ മെസ്സേജ് എന്ന് വെച്ചാൽ സന്ദേശം, അദ്ദേഹത്തിൻ്റെ ഗുരുവിൻ്റെ അവസാനത്തെ ആ സന്ദേശം, അതിനെപ്പറ്റി ചിന്തിച്ചുകൊണ്ട് അദ്ദേഹം ആശ്ചര്യപ്പെട്ടുകൊണ്ടേയിരുന്നു. ഹി കുഡ് നോട്ട് അണ്ടർസ്റ്റാൻഡ് ഇറ്റ്സ് ഡീപ്പർ മീനിങ്. ഹി കുഡ് നോട്ട് അണ്ടർസ്റ്റാൻഡ്, അദ്ദേഹത്തിന് മനസ്സിലാക്കാൻ സാധിച്ചില്ല. ഇറ്റ്സ് ഡീപ്പർ മീനിങ്. ഇറ്റ്സ് എന്നാൽ അതിൻ്റെ പറഞ്ഞതിൻ്റെ അർത്ഥം എന്താണ്, അതിൻ്റെ അഗാധമായ അർത്ഥം എന്താണ് എന്ന് അദ്ദേഹത്തിന് മനസ്സിലാക്കാൻ സാധിച്ചില്ല. There was also an old monk in the monastery who had lived alongside the master. There was also an old monk. അവിടെ ഒരു പ്രായം ചെന്ന ഒരു സന്യാസിയും ഉണ്ടായിരുന്നു. ഇൻ ദ മോണസ്ട്രി. മോണസ്റ്ററി എന്നാൽ സന്യാസി മഠം. ആ സന്യാസി മഠത്തിൽ മറ്റൊരു പ്രായം ചെന്ന സന്യാസിയും ഉണ്ടായിരുന്നു. ഹു ഹാഡ് ലിവ്ഡ്, അദ്ദേഹം ജീവിച്ചിട്ടുണ്ടായിരുന്നത് അലോങ് സൈഡ് ഇൻ ദ മാസ്റ്റർ. അലോങ് സൈഡ് എന്നാൽ അടുത്ത് ചേർന്ന് എന്നുള്ള അർത്ഥമാണ്. ആ മുമ്പ് മരിച്ച ഗുരുവായിരുന്ന സന്യാസിയുടെ അടുത്തായിരുന്നു ഈ പ്രായം ചെന്ന സന്യാസിയും ജീവിച്ചിരുന്നത്. ഫോർ മെനി ഇയേഴ്സ്, ഒരുപാട് വർഷത്തോളമായിട്ട് അദ്ദേഹം അവിടെ ജീവിക്കുന്നുണ്ട്. ആൻഡ് ഹാഡ് ക്ലോസ്ലി ഒബ്സേർവ്ഡ് ഹിസ് ലൈഫ്. ക്ലോസ്ലി എന്നാൽ അടുത്തായിട്ട് എന്നുള്ള അർത്ഥമാണ്. ഒബ്സേർവ് എന്നാൽ നിരീക്ഷിക്കുക. മുമ്പ് മരിച്ചു പോയിട്ടുള്ള സന്യാസിയുടെ ജീവിതം, അതിനെപ്പറ്റി അത് ഒരുപാട് കാലത്തോളമായിട്ട് അദ്ദേഹം നിരീക്ഷിക്കുന്നുണ്ടായിരുന്നു. അദ്ദേഹത്തിൻ്റെ ജീവിതം ഈ സന്യാസി ഒരുപാട് വർഷത്തോളമായിട്ട് ദർശിച്ചിട്ടുണ്ടായിരുന്നു. ഓൾദോ ഹി വാസ് വൈസ് ബട്ട് ഹി വാസ് നോട്ട് ചോസൺ ആസ് എ സക്സസർ. ഓൾദോ എന്നാൽ എങ്കിലും, ഓൾദോ ഹി വാസ് വൈസ്, അദ്ദേഹം ഈ പറഞ്ഞ പ്രായം ചെന്ന സന്യാസി വളരെ വിവേകശാലിയായിരുന്നു. വൈസ് എന്നാൽ വിവേകശാലിയായ. എങ്കിലും ബട്ട് ഹി വാസ് നോട്ട് ചോസൺ എ സക്സസർ, പക്ഷെ അദ്ദേഹത്തെ ഒരു പിൻഗാമിയായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടില്ല. അദ്ദേഹം വിവേകശാലിയായിരുന്നു, എങ്കിലും അദ്ദേഹത്തെ ഒരു പിൻഗാമിയായിട്ട് തിരഞ്ഞെടുത്തില്ല. ബിക്കോസ് ഓഫ് ഹിസ് ഓൾഡ് ഏജ് ആൻഡ് ഡിക്ലൈനിങ് ഹെൽത്ത്. ഡിക്ലൈനിങ് എന്നാൽ ക്ഷീണിക്കുന്ന എന്നുള്ള അർത്ഥമാണ്. ബിക്കോസ് ഓഫ് ഹിസ് ഓൾഡ് ഏജ് ആൻഡ് ഡിക്ലൈനിങ് ഹെൽത്ത്, അദ്ദേഹത്തിൻ്റെ ചോർന്നുകൊണ്ടിരിക്കുന്ന അദ്ദേഹത്തിൻ്റെ ആരോഗ്യവും, ക്ഷയിച്ചുകൊണ്ടിരിക്കുന്ന അദ്ദേഹത്തിൻ്റെ ആരോഗ്യവും, അദ്ദേഹത്തിൻ്റെ പ്രായം കൂടിയതും, അത് കാരണത്താൽ ആണ് അദ്ദേഹത്തെ പിൻഗാമിയായിട്ട്, അദ്ദേഹം വിവേകശാലിയായിട്ടും അദ്ദേഹത്തെ തിരഞ്ഞെടുക്കാതിരുന്നത്. നോട്ടീസിങ് ദാറ്റ് ദ യങ് മങ്ക് ഹാഡ് ബീൻ ലോസ്റ്റ് ഇൻ ദ തോട്ട്സ് ഫോർ സെവറൽ ഡേയ്സ്. ഫോർ സെവറൽ ഡേയ്സ് എന്നാൽ ഒരുപാട് ദിവസങ്ങളായിട്ട് എന്നുള്ള അർത്ഥമാണ്. നോട്ടീസിങ് എന്നാൽ ശ്രദ്ധിക്കുന്നു. ലോസ്റ്റ് എന്നാൽ നഷ്ടപ്പെട്ടു. ഈ പ്രായം ചെന്ന സന്യാസി അത് ശ്രദ്ധിക്കുന്നു. ഈ യുവാവായിട്ടുള്ള ഈ സന്യാസി, സക്സസർ, ഈ പിൻഗാമിയായിട്ടുള്ള സന്യാസിയുടെ ചിന്തകൾ ദിവസങ്ങളായിട്ട് നഷ്ടപ്പെടുന്നുണ്ട്. അദ്ദേഹം ദുഃഖത്തിലാണ്. ഇത് ശ്രദ്ധിക്കുന്നു ഈ പ്രായം ചെന്ന സന്യാസി. ഇത് ശ്രദ്ധിച്ചുകൊണ്ട് ദ ഓൾഡ് മങ്ക് അപ്രോച്ച് എന്നാൽ സമീപിക്കുക എന്നുള്ള അർത്ഥമാണ്. ഈ പ്രായം ചെന്ന സന്യാസി സമീപിച്ചു ഹിം, അവനെ, ഈ പ്രായം കുറഞ്ഞ സന്യാസിയെ, ആൻഡ് ആസ്ക്ഡ്, സമീപിച്ചുകൊണ്ട് ഈ പ്രായം ചെന്ന സന്യാസി ആ യുവാവായ സന്യാസിയോട് ചോദിച്ചു, വൈ ഡു യു സീം സോ ട്രബിൾഡ്. സീം എന്നാൽ കാണപ്പെടുക എന്നുള്ള അർത്ഥമാണ്. എന്തുകൊണ്ടാണ് നിന്നെ ഒരു വിഷമിച്ച രൂപത്തിൽ നിന്നെ കാണപ്പെടുന്നത്, ഒരു പ്രശ്നത്തിൽ അകപ്പെട്ട പോലെ എന്താണ് നിന്നെ കണ്ടിട്ട് തോന്നുന്നത്. വൈ ഡു യു സീം സോ ട്രബിൾഡ്. ദ യങ് മങ്ക് ഷെയർഡ്, ഈ യുവാവായിട്ടുള്ള സന്യാസി പങ്കുവച്ചു.
ബിഫോർ ഡൈയിങ്, മരണപ്പെടുന്നതിന് മുമ്പ്, ദ മാസ്റ്റർ ടോൾഡ് മീ, ഗുരു എന്നോട് പറഞ്ഞു, നോട്ട് ടു അലോ എ ക്യാറ്റ് ഇൻ മൈ ലൈഫ്, എൻ്റെ ജീവിതത്തിൽ ഒരു പൂച്ചയെ അനുവദിക്കരുത് എന്ന് മരണപ്പെടുന്നതിന് മുമ്പ് മരണപ്പെട്ടു പോയ ഗുരു എന്നോട് പറഞ്ഞിരുന്നു. ആൻഡ് ഐ ഡോണ്ട് നോ വാട്ട് ഹി മെൻറ്റ്. മെൻറ്റ് എന്നാൽ ഉദ്ദേശിച്ചത്, സൂചിപ്പിച്ചത്, ഇതൊക്കെയാണ് അർത്ഥം. ഐ ഡോണ്ട് നോ വാട്ട് ഹി മെൻറ്റ്, അദ്ദേഹം എന്താണ് സൂചിപ്പിച്ചത് എന്ന് എനിക്ക് അറിയുകയില്ല. ദി ഓൾഡ് മങ്ക് സ്മൈൽഡ് ജെൻറ്റ്ലി ആൻഡ് സെഡ്. ജെൻറ്റ്ലി എന്നാൽ സൗമ്യമായി എന്നുള്ള അർത്ഥമാണ്. സ്മൈൽഡ് എന്നാൽ പുഞ്ചിരിച്ചു. ആ പ്രായം ചെന്ന സന്യാസി സൗമ്യമായിട്ട് പുഞ്ചിരിച്ചു കൊണ്ട് പറഞ്ഞു, മൈ ഡിയർ ഫ്രണ്ട്, പെർഹാപ്സ് യു ഡോണ്ട് നോ. പെർഹാപ്സ് എന്നാൽ ഒരു പക്ഷേ എന്നുള്ള അർത്ഥമാണ്. പെർഹാപ്സ് യു ഡോണ്ട് നോ, ഒരു പക്ഷേ നിനക്ക് അറിവുണ്ടായിരിക്കുകയില്ല. ദർ ഈസ് എ ലോങ് സ്റ്റോറി ബിഹൈൻഡ് ഇറ്റ്. ബിഹൈൻഡ് എന്നാൽ പിറകിൽ, അതിന് പിറകിൽ ഒരു വലിയ കഥയുണ്ട്. ആൻഡ് ഹി ബിഗാൻ നാരേറ്റിംഗ് ദ സ്റ്റോറി. നാരേറ്റ് എന്നാൽ പറയുക എന്നുള്ള അർത്ഥമാണ്, വിവരിക്കുക. ബിഗാൻ എന്നാൽ ആരംഭിച്ചു. അങ്ങനെ ആ പ്രായം ചെന്ന സന്യാസി ആ ചരിത്രം വിവരിക്കാനായിട്ട് ആരംഭിച്ചു. ആൻഡ് ദ സ്റ്റോറി ഗോസ് ലൈക്ക് ദിസ്. ഈ കഥ ഇതുപോലെയാണ്, ഈ പറയും പ്രകാരമാണ് ഈ കഥ. എ ലോങ് ടൈം അഗോ, ഒരുപാട് വർഷങ്ങൾക്ക് മുമ്പ്, വെൻ ദ മാസ്റ്റർ വാസ് എ യങ് മാൻ. വെൻ എന്നാൽ ആ സമയത്ത്, വെൻ ദ മാസ്റ്റർ വാസ് എ യങ് മാൻ, ആ മരണപ്പെട്ടു പോയ ഗുരു ഒരു യുവാവായിരുന്ന സമയത്ത്, ഹി റിനൗൺസ് ഹിസ് ഹോം, വൈഫ് ആൻഡ് ചിൽഡ്രൻ. റിനൗൺസ് എന്നാൽ വെടിയുക എന്നുള്ള അർത്ഥമാണ്, ഉപേക്ഷിക്കുക. ഹി റിനൗൺസ്ഡ്, അദ്ദേഹം ഉപേക്ഷിച്ചു. ഹിസ് ഹോം, അദ്ദേഹത്തിൻ്റെ വീട് ഉപേക്ഷിച്ചു. വൈഫ് ആൻഡ് ചിൽഡ്രൻ, അദ്ദേഹത്തിൻ്റെ ഭാര്യയെയും അദ്ദേഹത്തിൻ്റെ കുട്ടികളെയും അദ്ദേഹം ഉപേക്ഷിച്ചു. അദ്ദേഹത്തിൻ്റെ വീട് വിട്ട് അദ്ദേഹം പോയി. ടു സീക്ക് ദ ട്രൂത്ത്, സത്യം അന്വേഷിക്കാൻ വേണ്ടിയിട്ട്, സത്യം കണ്ടെത്താൻ വേണ്ടിയിട്ട് അദ്ദേഹത്തിൻ്റെ കുട്ടികളെയും ഭാര്യയെയും അദ്ദേഹത്തിൻ്റെ വീടും ഉപേക്ഷിച്ച് അദ്ദേഹം പോയി. ഹി വെൻറ്റ് ഡീപ്പ് ഇൻ ടു ദ ഫോറസ്റ്റ് ആൻഡ് സ്റ്റാർട്ടഡ് ലിവിങ് നിയർ എ സ്മോൾ വില്ലേജ്. ഹി വെൻറ്റ്, അദ്ദേഹം പോയി, ഡീപ്പ് ഇൻ ടു ദ ഫോറസ്റ്റ്, ആ വനത്തിലെ ഉൾവനത്തിലേക്ക് അദ്ദേഹം പോയി. ആൻഡ് സ്റ്റാർട്ടഡ്, എന്നിട്ട് ആരംഭിച്ചു. ലിവിങ് നിയർ എ സ്മോൾ വില്ലേജ്, എന്നിട്ട് അദ്ദേഹം ഒരു ചെറിയ ഗ്രാമത്തിനടുത്ത് അദ്ദേഹം ജീവിക്കാൻ ആരംഭിച്ചു. എവറി ഡേ, എല്ലാ ദിവസവും, ഹി വുഡ് ഗോ ടു ദ വില്ലേജ് ടു ബെഗ് ഫോർ ഫുഡ്. ബെഗ് എന്നാൽ യാചിക്കുക എന്നുള്ള അർത്ഥമാണ്, അഭ്യർത്ഥിക്കുക. എവറി ഡേ, എല്ലാ ദിവസവും, ഹി വുഡ് ഗോ, അദ്ദേഹം പോകുമായിരുന്നു. ടു ദ വില്ലേജ്, ഗ്രാമത്തിലേക്ക്. ടു ബെഗ് ഫോർ ഫുഡ്, ഈ ഭക്ഷണത്തിന് അഭ്യർത്ഥിക്കാൻ വേണ്ടിയിട്ട്, ഭക്ഷണം ചോദിക്കാൻ വേണ്ടിയിട്ട് എല്ലാ ദിവസവും അദ്ദേഹം ഗ്രാമത്തിലേക്ക് പോകുമായിരുന്നു. ദ വില്ലേജേഴ്സ് വെർ പ്ലീസ്ഡ് ടു ഹാവ് എ മങ്ക് ഇൻ ദെയർ വില്ലേജ്. ദ വില്ലേജേഴ്സ് വെർ പ്ലീസ്ഡ്, ആ ഗ്രാമവാസികൾ സന്തോഷവാന്മാരായിരുന്നു. ടു ഹാവ്, ഉണ്ടായതിൽ, എ മങ്ക്, ഒരു സന്യാസി ഉണ്ടായതിൽ. ഇൻ ദെയർ വില്ലേജ്, അവരുടെ ഗ്രാമത്തിൽ ഒരു സന്യാസി ഉണ്ടായിരുന്നതിൽ ആ ഗ്രാമവാസികൾ സന്തോഷവാന്മാരായിരുന്നു. ദേ ഓഫൺ സോട്ട് ഹിസ് ഗൈഡൻസ് ആൻഡ് ഔട്ട് ഓഫ് റെസ്പെക്റ്റ്. ബഹുമാനം കൊണ്ട് അവർ എല്ലായ്പ്പോഴും, സോട്ട് എന്ന് വെച്ചാൽ തേടിയിരുന്നു, ഹിസ് ഗൈഡൻസ്, അദ്ദേഹത്തിൻ്റെ നിർദ്ദേശം ആ ഗ്രാമവാസികൾ എല്ലായ്പ്പോഴും തേടിയിരുന്നു. ബഹുമാനം കൊണ്ട് തേടിയിരുന്നു. സോട്ട് എന്നാൽ തേടി, സീക്ക് എന്നാൽ തേടുക, അതിൻ്റെ പാസ്റ്റാണ് സോട്ട്. ഓഫൺ എന്നാൽ എപ്പോഴും, പലപ്പോഴും, ഇതൊക്കെയാണ് അർത്ഥം. ദേ ബിൽറ്റ് എ സ്മോൾ ബാംബു കോട്ടേജ് ഫോർ ഹിം ടു ലിവ് ഇൻ. ബിൽഡ് എന്നാൽ നിർമ്മിക്കുക എന്നുള്ള അർത്ഥമാണ്, അതിൻ്റെ പാസ്റ്റാണ് ബിൽറ്റ്. ദേ ബിൽറ്റ്, അവർ നിർമ്മിച്ചു. എ സ്മോൾ ബാംബു കോട്ടേജ്, ബാംബു എന്നാൽ മുള, കോട്ടേജ് എന്ന് വെച്ചാൽ കുടിൽ. ബാംബു കോട്ടേജ്, മുള കൊണ്ട് ഉണ്ടാക്കിയ ഒരു കുടിൽ. അവർ അദ്ദേഹത്തിന് താമസിക്കാൻ വേണ്ടിയിട്ട് ഒരു ചെറിയ മുള കൊണ്ടുണ്ടാക്കിയിട്ടുള്ള ഒരു കുടിൽ നിർമ്മിച്ചു. ദ മങ്ക് ഹാഡ് ഓൺലി 2 പീസസ് ഓഫ് ക്ലോത്തിങ്. ക്ലോത്തിങ് എന്നാൽ വസ്ത്രങ്ങൾ, ഹാഡ് എന്നാൽ ഉണ്ടായിരുന്നത്. ദ മങ്ക് ഹാഡ് ഓൺലി 2 പീസസ് ഓഫ് ക്ലോത്തിങ്.
അദ്ദേഹത്തിന് 2 വസ്ത്രങ്ങൾ മാത്രമായിരുന്നു അദ്ദേഹത്തിന് ആ സന്യാസിക്ക് ഉണ്ടായിരുന്നത്. But a problem arose when rats began to enter his cottage and chew on his clothes. chew എന്നാൽ വെട്ടുക എന്നുള്ള അർത്ഥമാണ്, ചവയ്ക്കുക, ഇതൊക്കെയാണ് അർത്ഥം. അറൈസ് എന്നതിൻ്റെ പാസ്റ്റാണ് എറോസ്. അറൈസ് എന്നാൽ ഉയരുക, ഉത്ഭവിക്കുക, ഇതൊക്കെയാണ് അർത്ഥം, ജനിക്കുക. ബട്ട് എ പ്രോബ്ലം അറോസ്, പക്ഷെ ഒരു പ്രശ്നം ഉണ്ടായി, ഒരു പ്രശ്നം ജനിച്ചു. വെൻ എന്നാൽ ആ സമയത്ത്. വെൻ റാറ്റ്സ് ബിഗാൻ ടു എൻ്റർ ഹിസ് കോട്ടേജ്. ബിഗാൻ എന്നാൽ ആരംഭിച്ചപ്പോൾ, ടു എൻ്റർ എന്നാൽ പ്രവേശിക്കാൻ, ഹിസ് കോട്ടേജ് അദ്ദേഹത്തിൻ്റെ കുടിലിലേക്ക്. അദ്ദേഹത്തിൻ്റെ കുടിലിലേക്ക് ഈ എലികൾ വന്നിട്ട് അദ്ദേഹത്തിൻ്റെ വസ്ത്രങ്ങൾ ചവയ്ക്കാൻ ആരംഭിച്ചു. ആ സമയത്ത് ഒരു പ്രശ്നം ജനിച്ചു. ദിസ് കോസ്റ്റ് ഗ്രേറ്റ് ട്രബിൾ ഫോർ ദ മങ്ക്. ഇത് സന്യാസിക്ക് ഒരു വലിയ പ്രശ്നത്തിന് കാരണമായി. അദ്ദേഹത്തിന് ഒരു വലിയ പ്രശ്നമുണ്ടാകാൻ ഇത് കാരണമായി. ഹിസ് ഷെയർഡ് ഹിസ് കൺസേൺ വിത്ത് ദി വില്ലേജേഴ്സ്. ഷെയർഡ് എന്നാൽ പങ്കുവച്ചു എന്നുള്ള അർത്ഥമാണ്. അദ്ദേഹം പറഞ്ഞു. കൺസേൺ എന്നാൽ പ്രശ്നം, ഉത്കണ്ഠ. അദ്ദേഹത്തിൻ്റെ ഈ ഉത്കണ്ഠ ഗ്രാമവാസികളോട് പങ്കുവച്ചു. വൺ ഓഫ് ദം സജസ്റ്റഡ്. സജസ്റ്റ് എന്നാൽ നിർദ്ദേശിക്കുക എന്നുള്ള അർത്ഥമാണ്. വൺ ഓഫ് ദം സജസ്റ്റഡ്, അവരിൽ ഒരാൾ നിർദ്ദേശിച്ചു. വൈ ഡോണ്ട് യു കീപ്പ് എ ക്യാറ്റ്. നിങ്ങൾക്ക് എന്തുകൊണ്ട് ഒരു പൂച്ചയെ വളർത്തിക്കൂടാ, ഒരു പൂച്ചയെ നിങ്ങൾക്ക് എന്തുകൊണ്ട് വീട്ടിൽ സൂക്ഷിച്ചുകൂടാ. ആ ഗ്രാമവാസികളിൽ ഒരാൾ അദ്ദേഹത്തോട് നിർദ്ദേശിച്ചു. ഇറ്റ് വിൽ ഡ്രൈവ് ദ റാറ്റ്സ് അവേ. ഡ്രൈവ് അവേ എന്നാൽ ആട്ടിയോടിക്കുക എന്നുള്ള അർത്ഥം. ഇറ്റ് വിൽ ഡ്രൈവ് ദ റാറ്റ്സ് അവേ. ആ പൂച്ച ആ എലികളെ ആട്ടിയോടിക്കും. നിങ്ങൾക്ക് എന്തുകൊണ്ട് ഒരു പൂച്ചയെ വളർത്തിക്കൂടാ. ഗ്രാമവാസികളിൽ ഒരാൾ അദ്ദേഹത്തോട് ചോദിച്ചു. The monk found the idea sensible and accepted a cat from the villagers. Accepted എന്നാൽ സ്വീകരിച്ചു എന്നാണ് അർത്ഥം. ഫൗണ്ട് എന്നാൽ മനസ്സിലാക്കി, അദ്ദേഹം കണ്ടെത്തി. സെൻസിബിൾ എന്നാൽ പര്യാപ്തമായ. ഈ സന്യാസിക്ക് ഈ പറഞ്ഞ ആശയം ഒരു പര്യാപ്തമായതായിട്ട് അദ്ദേഹത്തിന് തോന്നി. അങ്ങനെ അദ്ദേഹം ആ ഗ്രാമവാസികളിൽ നിന്നും ഒരു പൂച്ചയെ സ്വീകരിച്ചു. ആസ് എക്സ്പെക്റ്റഡ്. ആസ് എന്നാൽ പോലെ എന്നുള്ള അർത്ഥം. ആസ് എക്സ്പെക്റ്റഡ്, പ്രതീക്ഷിച്ച പോലെ. ദ ക്യാറ്റ് കെപ്റ്റ് ദ റാറ്റ്സ് അവേ. ആ പൂച്ച എലികളെ ആട്ടിയോടിച്ചു കൊണ്ടേയിരുന്നു. ബട്ട് നൗ എ ന്യൂ പ്രോബ്ലം അറൗസ്ഡ്. അറൗസ് എന്നാൽ ഉണ്ടാകുക എന്നുള്ള അർത്ഥമാണ്. പക്ഷേ നൗ എ ന്യൂ പ്രോബ്ലം അറൗസ്ഡ്, ഇപ്പോൾ ഒരു പുതിയ പ്രശ്നം ജനിച്ചു. ഹി ഹാഡ് ടു ഫീഡ് ദ ക്യാറ്റ് ആൻഡ് ഫോർ ദാറ്റ്. ഹാഡ് ടു എന്നാൽ ഒരു പ്രവൃത്തി ചെയ്യേണ്ടി വന്നു എന്നുള്ള അർത്ഥത്തിലാണ് ഉപയോഗിച്ചിട്ടുള്ളത്. ഫീഡ് എന്നാൽ ആഹാരം നൽകുക എന്നുള്ള അർത്ഥം. ഹി ഹാഡ് ടു ഫീഡ് ദ ക്യാറ്റ്. ഇപ്പോൾ അദ്ദേഹത്തിന് ഈ പൂച്ചയ്ക്ക് ഭക്ഷണം കൊടുക്കേണ്ടതായിട്ട് വന്നു. ആൻഡ് ഫോർ ദാറ്റ്, ആയതുകൊണ്ട് അതിനു വേണ്ടി. ഹി ഹാഡ് ടു ഗോ ടു ദ വില്ലേജ് സെവറൽ ടൈംസ് ടു ആസ്ക് ഫോർ മിൽക്ക്. അതിനു വേണ്ടിയിട്ട് ഹി ഹാഡ് ടു ഗോ ടു ദ വില്ലേജ്, അദ്ദേഹത്തിന് ഗ്രാമത്തിലേക്ക് പോകേണ്ടി വന്നു. സെവറൽ ടൈംസ്, ഒരുപാട് പ്രാവശ്യം. ടു ആസ്ക് ഫോർ മിൽക്ക്, പാല് ചോദിക്കാൻ വേണ്ടിയിട്ട് അദ്ദേഹത്തിന് ഒരുപാട് പ്രാവശ്യം ഗ്രാമത്തിലേക്ക് പോകേണ്ടി വന്നു. വെൻ ഹി ഷെയർഡ് ഹിസ് ന്യൂ കൺസേൺ, അദ്ദേഹത്തിൻ്റെ ഈ പുതിയ പ്രശ്നം അദ്ദേഹം പങ്കുവച്ച സമയത്ത്. ദ വില്ലേജർ സെഡ്, ഗ്രാമവാസി പറഞ്ഞു. ഇൻസ്റ്റഡ് ഓഫ് കമ്മിങ് ടു വില്ലേജ്. ഇൻസ്റ്റഡ് ഓഫ് എന്നാൽ പകരമായിട്ട് എന്നുള്ള അർത്ഥമാണ്. ഗ്രാമത്തിലേക്ക് വരുന്നതിന് പകരമായിട്ട്. സെവറൽ ടൈംസ് സെഡ്, ഒരു ദിവസം ഒരുപാട് പ്രാവശ്യം ഗ്രാമത്തിലേക്ക് വരുന്നതിന് പകരമായിട്ട്. വൈ ഡോണ്ട് യു കീപ്പ് എ കൗ, നിങ്ങൾക്ക് എന്തുകൊണ്ട് ഒരു പശുവിനെ വളർത്തിക്കൂടാ. ഇഫ് യു വിൽ ഹാവ് എ കൗ, നിങ്ങൾക്ക് ഒരു പശു ഉണ്ടായാൽ. ഇഫ് യു വിൽ ഹാവ് എന്നാൽ നിങ്ങൾക്ക് ഉണ്ടായാൽ, എ കൗ ഒരു പശു. ദെൻ അങ്ങനെയാണെങ്കിൽ യു വിൽ ഗെറ്റ് മിൽക്ക് ഫോർ ദ ക്യാറ്റ് ആൻഡ് ഓൾസോ ഫോർ യുവർ സെൽഫ്. ഫോർ യുവർ സെൽഫ് എന്നാൽ നിങ്ങൾക്കും എന്നുള്ള അർത്ഥം. നിങ്ങൾക്കും
അതുപോലെ പൂച്ചക്കും പാല് ലഭിക്കും. ഒരു പശു നിങ്ങൾക്ക് ഉണ്ടായിക്കഴിഞ്ഞാൽ നിങ്ങൾക്കും പൂച്ചക്കും പാൽ ലഭിക്കും. വി ക്യാൻ ഗിഫ്റ്റ് യു എ ഹെൽത്തി കൗ. വി ക്യാൻ ഗിഫ്റ്റ് ഞങ്ങൾക്ക് സമ്മാനിക്കാൻ സാധിക്കും. യു നിങ്ങൾക്ക് എ ഹെൽത്തി കൗ ഒരു ആരോഗ്യവാനായ ഒരു പശുവിനെ നിങ്ങൾക്ക് സമ്മാനിക്കാൻ ഞങ്ങൾക്ക് സാധിക്കും. ദ മങ്ക് അഗ്രീഡ് ആൻഡ് ബിഗാൻ കീപ്പിംഗ് ദ കൗ. ആ പറഞ്ഞതിനോട് സന്യാസി യോജിച്ചു. അങ്ങനെ ആ സന്യാസി ഒരു പശുവിനെ വളർത്താൻ ആരംഭിച്ചു. ബട്ട് സൂൺ ഹി റിയലൈസ്ഡ് ദാറ്റ് കൗ നീഡഡ് ഗ്രാസ് ആൻഡ് റെഗുലർ കെയർ. റെഗുലർ കെയർ എന്നാൽ പതിവായിട്ടുള്ള പരിചരണം. എന്നാൽ സൂൺ ഹി റിയലൈസ്ഡ് എന്നാൽ ബോധ്യമായി. അദ്ദേഹത്തിന് പെട്ടെന്ന് മനസ്സിലായി, വൈകാതെ അദ്ദേഹത്തിന് മനസ്സിലായി പശുവിന് ആവശ്യമാണ് പുല്ലും അതുപോലെ പതിവായിട്ടുള്ള പരിചരണവും പശുവിന് ആവശ്യമാണ് എന്ന് അദ്ദേഹത്തിന് ബോധ്യമായി. സിൻസ് ദ മങ്ക് സ്പെൻഡ് മോസ്റ്റ് ഓഫ് ഹിസ് ടൈം മെഡിറ്റേറ്റിംഗ്. സിൻസ് എന്നാൽ ആയതുകൊണ്ട് എന്നുള്ള അർത്ഥമാണ്. മെഡിറ്റേറ്റ് എന്നാൽ ധ്യാനിക്കുക. അദ്ദേഹത്തിൻ്റെ സന്യാസിയുടെ മിക്ക സമയവും അദ്ദേഹം ധ്യാനത്തിലായിരുന്നതുകൊണ്ട്, സ്പെൻഡ് എന്നാൽ ചിലവഴിക്കുക. അദ്ദേഹം ഇങ്ങനെയായിരുന്നു ചിലവഴിച്ചിരുന്നത്. അദ്ദേഹത്തിൻ്റെ ഒട്ടുമിക്ക സമയവും ധ്യാനത്തിൽ ഏർപ്പെട്ടുകൊണ്ട് ആയതുകൊണ്ട്. സോ ഇറ്റ് വാസ് ഡിഫിക്കൽട്ട് ഫോർ ഹിം ടു വിസിറ്റ് വില്ലേജ് സെവറൽ ടൈംസ് എ ഡേ ടു ബെഗ് ഫോർ ഗ്രാസ്. പുല്ല് ചോദിക്കാൻ വേണ്ടിയിട്ട് ഒരു ദിവസം ഒരുപാട് പ്രാവശ്യം ഗ്രാമം സന്ദർശിക്കുക എന്നുള്ളത് ആയതുകൊണ്ട് അദ്ദേഹത്തിന് ബുദ്ധിമുട്ടായിരുന്നു. ഡിഫിക്കൽട്ട് എന്ന് വെച്ചാൽ ബുദ്ധിമുട്ട്, സെവറൽ ടൈംസ് എന്നാൽ ഒരുപാട് പ്രാവശ്യം, ഗ്രാസ് എന്നാൽ പുല്ല്. ഹി അഗെയിൻ ഷെയർഡ് അദ്ദേഹം വീണ്ടും പങ്കുവച്ചു ഹിസ് കൺസേൺ അദ്ദേഹത്തിൻ്റെ പ്രശ്നം വിത്ത് ദ വില്ലേജസ് ഗ്രാമവാസികളോട് വീണ്ടും അദ്ദേഹത്തിൻ്റെ പ്രശ്നം പങ്കുവച്ചു. ദ വില്ലേജർ സെഡ് ഗ്രാമവാസി പറഞ്ഞു, ഇറ്റ് ഡസ് നോട്ട് സീം റൈറ്റ് ദാറ്റ് എ മങ്ക് ലൈക്ക് യു ബെഗ്സ് ഫോർ ഗ്രാസ് എവരി ഡേ. ലൈക്ക് യു എന്നാൽ നിങ്ങളെപ്പോലത്തോ എന്നുള്ള അർത്ഥമാണ്. സീം എന്നാൽ തോന്നുക. ഇറ്റ് ഡസ് നോട്ട് സീം റൈറ്റ് ഇത് ഒരു ശരിയായിട്ട് തോന്നുന്നില്ല. എ മങ്ക് ലൈക്ക് യു നിങ്ങളെപ്പോലത്തെ ഒരു സന്യാസി ബെഗ്സ് ഫോർ ഗ്രാസ് എവരി ഡേ എല്ലാ ദിവസവും നിങ്ങളെപ്പോലത്തെ ഒരു സന്യാസി പുല്ലിന് വേണ്ടിയിട്ട് യാചിക്കുക എന്നുള്ളത് ഒരു ശരിയായിട്ട് തോന്നുന്നില്ല, ഒരു ഗ്രാമവാസി പറഞ്ഞു. യു ഷുഡ് ഹാവ് സംവൺ ടു ഹെൽപ്പ് യു. ഷുഡ് ഹാവ് എന്നാൽ ഉണ്ടാകണം എന്നുള്ള അർത്ഥം. യു ഷുഡ് ഹാവ് നിങ്ങൾക്ക് ഉണ്ടാകണം സംവൺ ഒരാൾ ടു ഹെൽപ്പ് യു നിങ്ങളെ സഹായിക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾക്കൊരു ആൾ ഉണ്ടായിരിക്കണം. ദേ പ്രപ്പോസ്ഡ് എ സൊല്യൂഷൻ ആൻഡ് സെഡ് അവരൊരു പരിഹാരം കണ്ടെത്തിയിട്ട് അവർ പറഞ്ഞു, ദർ ഇസ് എ വിഡോ ഇൻ അവർ വില്ലേജ്. വിഡോ എന്നാൽ വിധവ, ഭർത്താവ് മരിച്ചിട്ടും പുനർവിവാഹം ചെയ്യാത്ത സ്ത്രീ. ദർ ഇസ് എ വിഡോ ഇൻ അവർ വില്ലേജ് നമ്മുടെ ഗ്രാമത്തിൽ ഒരു വിധവയുണ്ട്. ഹർ ഹസ്ബൻഡ് ഹാഡ് പാസ്ഡ് അവേ ആൻഡ് ഷീ ഹാസ് നോ ഫാമിലി. അവളുടെ ഭർത്താവ് മരിച്ചുപോയി. പാസ്ഡ് അവേ എന്നാൽ മരിച്ചുപോയി. ആൻഡ് ഷീ ഹാസ് നോ ഫാമിലി അവൾക്ക് ബന്ധുക്കളായിട്ട് ആരും തന്നെയില്ല. ഇഫ് വി ആസ്ക് ഹർ നമ്മൾ അവളോട് ചോദിച്ചാൽ, ഷീ വുഡ് ബി ഹാപ്പി അവൾ സന്തോഷവതിയായിരിക്കും. ടു സേർവ് എ മങ്ക് ലൈക്ക് യു സേർവ് എന്നാൽ സേവിക്കുക. നിങ്ങളെപ്പോലത്തെ ഒരു സന്യാസിയെ സേവിക്കുന്നതിൽ അവൾ സന്തോഷവതിയായിരിക്കും. ഷീ ക്യാൻ ടേക്ക് കെയർ ഓഫ് യുവർ കൗ അവൾക്ക് നിങ്ങളുടെ പശുവിനെ പരിചരിക്കാൻ സാധിക്കും. യുവർ ക്യാറ്റ് നിങ്ങളുടെ പൂച്ചയെയും ആൻഡ് ഈവൻ യു നിങ്ങളെപ്പോലും നിങ്ങളുടെ പൂച്ചയെയും നിങ്ങളുടെ പശുവിനെയും പരിചരിക്കാൻ അവൾക്ക് സാധിക്കും. വി വിൽ ഓൾസോ ക്ലിയർ സം ലാൻഡ് ബിസൈഡ് യുവർ കോട്ടേജ്. ലാൻഡ് എന്ന് വെച്ചാൽ ഭൂമി, ബിസൈഡ് എന്നാൽ അരികെ. നിങ്ങളുടെ കുടിലിന് അടുത്തായിട്ട് കുറച്ച് ഭൂമി നിങ്ങൾക്ക് നൽകാൻ ഞങ്ങൾക്ക് സാധിക്കും. സോ ദാറ്റ് അങ്ങനെയാണെങ്കിൽ ഷീ ക്യാൻ ഗ്രോ ഗ്രാസ് ആൻഡ് വെജിറ്റബിൾസ് ഹിദർ
ഗ്രോ എന്നാൽ ഇവിടെ വളർത്തുക എന്നുള്ള അർത്ഥം. അവിടെ പച്ചക്കറികളും പുല്ലുകളും വളർത്താൻ അവൾക്ക് സാധിക്കും. ദ മങ്ക് ഫൗണ്ട് നത്തിങ് റോങ് വിത്ത് ദി ഐഡിയ. ഈ ആശയത്തോട് ഒരു തെറ്റായിട്ട് ഈ ആശയത്തിൽ ഒന്നും തന്നെ ആ സന്യാസി കണ്ടെത്തിയില്ല. ദ വില്ലേജേഴ്സ് സ്പോക്ക് ടു ദ വിഡോ ആൻഡ് ഷീ റെഡ്ലി അഗ്രീഡ്. ആ ഗ്രാമവാസികൾ അവളോട് സംസാരിച്ചു, ആ വിധവയോട് സംസാരിച്ചു. സ്പീക്ക് എന്നാൽ സംസാരിക്കുക, അതിൻ്റെ പാസ്റ്റാണ് സ്പോക്ക്, സംസാരിച്ചു. ആൻഡ് ഷീ റെഡ്ലി അഗ്രീഡ്. റെഡ്ലി എന്നാൽ മടി കാണിക്കാതെ എന്നാണ് അർത്ഥം. അവൾ മടി കാണിക്കാതെ ആ പറഞ്ഞതിനോട് സമ്മതിച്ചു. ഷീ മൂവ്ഡ് ഇൻ ടു ദ കോട്ടേജ് ആൻഡ് ബിഗാൻ മാനേജിങ് എവ്രിതിങ്. അവൾ ആ കോട്ടേജിലേക്ക് താമസം മാറി. അങ്ങനെ അവൾ എല്ലാം ചെയ്യാനായിട്ട് ആരംഭിച്ചു. ഫീഡിങ് ദ കൗ ആൻഡ് ദ ക്യാറ്റ്. അവൾ ആ പൂച്ചയ്ക്കും പശുവിനും ഭക്ഷണം നൽകുന്നു. മെയിൻറ്റെയിനിങ് ദ ഹട്ട്. ആ കുടില് പരിചരിക്കുന്നു. കുക്കിംഗ് മീൽസ്. ഭക്ഷണം ഉണ്ടാക്കുന്നു. ആൻഡ് വർക്കിംഗ് ഇൻ ദ സ്മോൾ ഫീൽഡ്. ആ ചെറിയ വയലിൽ അവൾ ജോലി ചെയ്യുകയും ചെയ്യുന്നു. ഷീ വർക്ക്ഡ് വിത്ത് ഗ്രേറ്റ് ഡെഡിക്കേഷൻ. ഡെഡിക്കേഷൻ എന്നാൽ സമർപ്പണം. ഒരു വലിയ സമർപ്പണത്തോടെ അവൾ ജോലി ചെയ്തു. ദ മങ്ക് സന്യാസി സീയിങ് ഹെർ എഫോർട്സ്. അവളുടെ പരിശ്രമങ്ങൾ കണ്ടുകൊണ്ട് സ്റ്റാർട്ടഡ് ഹെൽപ്പിംഗ് ഹെർ ഇൻ ദ ഫീൽഡ്. അവളെ വയലിൽ സഹായിക്കാൻ അദ്ദേഹം ആരംഭിച്ചു. സ്ലോലി സാവധാനത്തിൽ ദേ ബിഗാൻ സ്പെൻഡിങ് മോർ ടൈം വിത്ത് ഈച്ച് അതർ. ഈച്ച് അതർ എന്നാൽ പരസ്പരം. അവർ പരസ്പരം കൂടുതൽ സമയം ചിലവഴിക്കാൻ ആരംഭിച്ചു. വർക്കിംഗ് സൈഡ് ബൈ സൈഡ് ഇൻ ദ ഫീൽഡ്. സൈഡ് ബൈ സൈഡ് എന്നാൽ തൊട്ടുചേർന്ന് എന്നുള്ള അർത്ഥം. അവർ തൊട്ടുചേർന്ന് വയലിൽ ജോലി ചെയ്യുന്നു. ഇവൻച്വലി അവസാനം ദയർ ബോണ്ട് സ്റ്റാർട്ടഡ് ടു ഡീപ്പൻ. ബോണ്ട് എന്നാൽ ബന്ധം. അവസാനം അവരുടെ ബന്ധം കൂടുതൽ ആഴത്തിലായി. ദ വുമൺ വാസ് ബ്യൂട്ടിഫുൾ ആൻഡ് ദ മങ്ക് വാസ് യങ്. ആ സ്ത്രീ സുന്ദരിയായിരുന്നു, ആ സന്യാസി യുവാവും ആയിരുന്നു. ദേ വേർ ലിവിങ് അണ്ടർ ദ സെയിം റൂഫ്. ഒരേ കൂരയ്ക്കുള്ളിൽ അവർ ജീവിക്കുകയായിരുന്നു. ദയർ റിലേഷൻഷിപ്പ് ടേൺഡ് ഇൻറ്റിമേറ്റ്. ഇൻറ്റിമേറ്റ് എന്നാൽ ഗാഢ സൗഹൃദമുള്ള. അവരുടെ ബന്ധം അതൊരു ഗാഢ സൗഹൃദമുള്ളതായിട്ട് മാറി. ആൻഡ് അൾട്ടിമേറ്റ്ലി ദ വുമൺ ബിക്കെയിം പ്രഗ്നൻറ്റ്. അൾട്ടിമേറ്റ്ലി എന്നാൽ ഒടുക്കം, അവസാനം ആ സ്ത്രീ ഗർഭിണിയായി മാറി. ബിക്കെയിം എന്നാൽ ആയി തീർന്നു. പ്രഗ്നൻ്റ് എന്നാൽ ഗർഭിണി. ആൻഡ് ആഫ്റ്റർ ഫ്യൂ മന്ത്സ് കുറച്ച് മാസങ്ങൾക്ക് ശേഷം ഷീ ഗേവ് ബർത്ത് ടു എ ചൈൽഡ്. ഗിവ് ബർത്ത് എന്നാൽ ജന്മം നൽകുക എന്നുള്ള അർത്ഥമാണ്. അതിൻ്റെ പാസ്റ്റാണ് ഗേവ് ബർത്ത്. ആ സ്ത്രീ ഒരു കുഞ്ഞിന് ജന്മം നൽകി. ഷീ ഗേവ് ബർത്ത് ടു എ ചൈൽഡ്. ദ മങ്ക് ഹു വൺസ് മെഡിറ്റേറ്റഡ് ഓൾ ദ ഡേ. ഒരിക്കൽ ദിവസം മുഴുവനായും ധ്യാനത്തിലായിരുന്ന സന്യാസി. വൺസ് എന്നാൽ ഒരിക്കൽ, മെഡിറ്റേറ്റഡ് എന്നാൽ ധ്യാനത്തിലായിരുന്ന. നൗ വർക്ക്ഡ് ടയർലെസ്ലി ഇൻ ദ ഫീൽഡ് ടു ഫീഡ് ഹിസ് ഫാമിലി. പണ്ടൊരിക്കൽ ദിവസം മുഴുവനായും ധ്യാനത്തിലായിരുന്ന സന്യാസി ഇപ്പോൾ ജോലി ചെയ്യുന്നു. വയലിൽ അദ്ദേഹത്തിൻ്റെ കുടുംബത്തിന് വേണ്ടിയിട്ട് ജോലി ചെയ്യുന്നു. ടയർലെസ്ലി എന്നാൽ അക്ഷീണമായി കൊണ്ട് ഇപ്പോൾ വയലിൽ അദ്ദേഹത്തിൻ്റെ കുടുംബത്തിന് വേണ്ടിയിട്ട് ജോലി ചെയ്യുന്നു. പണ്ട് ദിവസം മുഴുവനായി ധ്യാനത്തിലായിരുന്ന സന്യാസി. വൺ ഡേ ഒരു ദിവസം. ആഫ്റ്റർ എ ലോങ് ഡേ ഓഫ് വർക്ക് ഒരു ദിവസത്തെ നീണ്ട ജോലിക്ക് ശേഷം. ഹി സാറ്റ് ഡൗൺ ആൻഡ് തോട്ട് അദ്ദേഹം ഇരുന്നു ചിന്തിച്ചു. തോട്ട് എന്നാൽ ചിന്തിച്ചു. സാറ്റ് ഡൗൺ എന്നാൽ ഇരുന്നു. വാട്ട് ഹാപ്പൻ ടു മീ എനിക്ക് എന്താണ് സംഭവിച്ചത്. അദ്ദേഹം ഇരുന്നു കൊണ്ട് ചിന്തിച്ചു. വാട്ട് ഹാപ്പൻ ടു മീ എനിക്ക് എന്താണ് സംഭവിച്ചത്. ഐ ഹാഡ് റിനൗൺസ്ഡ് മൈ ഫാമിലി ആൻഡ് ദ വേൾഡ് ടു സീക്ക് ദ ട്രൂത്ത്. ഐ ഹാഡ് റിനൗൺസ്ഡ് മൈ ഫാമിലി ഞാൻ എൻ്റെ കുടുംബം ഉപേക്ഷിച്ചിട്ടുണ്ടായിരുന്നു. ആൻഡ് ദ വേൾഡ് ടു സീക്ക് ദ ട്രൂത്ത് ഞാൻ എൻ്റെ കുടുംബവും ലോകവും ഉപേക്ഷിച്ചിട്ടുണ്ടായിരുന്നു സത്യം അന്വേഷിക്കാൻ വേണ്ടി. ബട്ട് ദിസ് ഈസ് ദ ഹോൾ വേൾഡ് അഗെയിൻ
പക്ഷേ എൻ്റെ ലോകം വീണ്ടും ഇതാണ്. ഐ ആം വൺസ് അഗെയിൻ ലിവിങ് ദ സെയിം വേൾഡ്ലി ലൈഫ്. വേൾഡ്ലി എന്നാൽ ഐഹികമായ എന്നുള്ള അർത്ഥമാണ്. വൈദികമല്ലാത്ത, പ്രാപഞ്ചികമായ. ഞാൻ ഒരിക്കൽ കൂടി ഈ പ്രാപഞ്ചികമായിട്ടുള്ള ലോകത്ത് ഞാൻ ജീവിക്കുന്നു. അതേ പ്രാപഞ്ചികമായിട്ടുള്ള ലോകത്ത് തന്നെ ഞാൻ വീണ്ടും ജീവിക്കുന്നു. വൺസ് അഗെയിൻ എന്നാൽ ഒരിക്കൽ കൂടി. ഇറ്റ് ഓൾ ഹാപ്പൻ സോ ഗ്രാജുവലി ദാറ്റ് ഹി ഹാഡ് നോട്ട് നോട്ടീസ്ഡ് അൻറ്റിൽ ദ ബർത്ത് ഓഫ് ദ ചൈൽഡ്. ഇറ്റ് ഓൾ ഹാപ്പൻ സോ ഗ്രാജുവലി. ഗ്രാജുവലി എന്നാൽ കാലക്രമേണ എന്നുള്ള അർത്ഥം. മെല്ലെ മെല്ലെ. ഇതെല്ലാം സംഭവിച്ചത് മെല്ലെ മെല്ലെയാണ്. ദാറ്റ് സംഭവിച്ചത് ഹി ഹാഡ് നോട്ട് നോട്ടീസ്ഡ്. അദ്ദേഹം ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നില്ല. അൻറ്റിൽ എന്നാൽ അതുവരെ. ദ ബർത്ത് ഓഫ് ദ ചൈൽഡ്. ആ കുട്ടിയുടെ ജന്മം വരെ അദ്ദേഹം ഇത് ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നില്ല. ഇതെല്ലാം ക്രമേണയാണ് എല്ലാം സംഭവിച്ചത്. ദെൻ ഹി റിയലൈസ്ഡ് ഇറ്റ് ഓൾ ബിഗാൻ വിത്ത് ദ ക്യാറ്റ്. പിന്നീട് അദ്ദേഹത്തിന് ബോധ്യമായി ഈ സംഭവത്തിൻ്റെ എല്ലാത്തിൻ്റെയും തുടക്കം ആ പൂച്ചയിൽ നിന്നാണ്. ഫിനിഷിംഗ് ദ സ്റ്റോറി. ആ കഥ തീർത്തുകൊണ്ട് ദ ഓൾഡ് മങ്ക് ലുക്ക്ഡ് അറ്റ് ദ യങ് സക്സസർ ആൻഡ് സെഡ്. ആ കഥ പറഞ്ഞു തീർത്തുകൊണ്ട് ആ സന്യാസി, ആ യുവാവായിട്ടുള്ള സന്യാസിയെ നോക്കിക്കൊണ്ട് പറഞ്ഞു, മൈ ഫ്രണ്ട്, എൻ്റെ സുഹൃത്തെ, വെൻ ദ മാസ്റ്റർ ടോൾഡ് യു നോട്ട് ടു അലോ എ ക്യാറ്റ് ഇൻ യുവർ ലൈഫ്. നിൻ്റെ ഗുരു നിന്നോട് നിൻ്റെ ജീവിതത്തിൽ ഒരു പൂച്ചയെ കടന്നു വരാൻ അനുവദിക്കരുത് എന്ന് പറഞ്ഞ സമയത്ത് ഹി വാസ് നോട്ട് ലിറ്ററലി ടോക്കിംഗ് അബൌട്ട് ക്യാറ്റ്സ്. ലിറ്ററലി എന്നാൽ അക്ഷരാർത്ഥത്തിൽ എന്നുള്ള അർത്ഥമാണ്. അദ്ദേഹം അത് പറഞ്ഞ സമയത്ത് യഥാർത്ഥത്തിൽ അദ്ദേഹം പൂച്ചകളെ പറ്റിയായിരുന്നില്ല സംസാരിച്ചിരുന്നത്. ബട്ട് ഹി മെൻറ്റ്, പക്ഷെ അദ്ദേഹം ഉദ്ദേശിച്ചത് നെവർ ഗിവ് യുവർ മൈൻഡ് ഈവൻ ദ സ്മോളസ്റ്റ് ഇൻ്റലിജൻസ് ഓർ ഡിസ്ട്രാക്ഷൻസ്. ഡിസ്ട്രാക്ഷൻ എന്നാൽ ശ്രദ്ധ പതറിപ്പോവുക, അസ്വസ്ഥത, പതർച്ച, ഇതൊക്കെയാണ് അർത്ഥം. ഇൻ്റലിജൻസ് എന്നാൽ ഇഷ്ടം സാധിക്കൽ, സന്തോഷം. നീ നിൻ്റെ മനസ്സിനെ ഒരിക്കലും അനുവദിക്കരുത് ഒരു ചെറിയ ഇഷ്ടം സാധിക്കാനും ഒരു ചെറിയ ഇഷ്ടം സാധിക്കലിന് പോലും നീ നിൻ്റെ മനസ്സിനെ ഒരിക്കലും അനുവദിക്കരുത്. ഇതാണ് അദ്ദേഹം ഉദ്ദേശിച്ചത്. കാരണം ഇഫ് യു ഡു, നീ ചെയ്താൽ, മുമ്പ് പറഞ്ഞത് നീ അനുവദിച്ചാൽ, നീ ചെയ്തു കഴിഞ്ഞാൽ, ഇറ്റ് വിൽ സ്ലോലി ടേക്ക് ഓവർ യുവർ ലൈഫ് വിത്തൗട്ട് യു ഈവൻ റിയലൈസിങ് ഇറ്റ്. ഇറ്റ് വിൽ സ്ലോലി ടേക്ക് ഓവർ യുവർ ലൈഫ്. അത് പതുക്കെ നിൻ്റെ ജീവിതത്തെ ഏറ്റെടുക്കും. വിത്തൗട്ട് യു ഈവൻ റിയലൈസിങ് ഇറ്റ്. നീ പോലും അറിയാതെ അത് നിൻ്റെ ജീവിതത്തെ മാറ്റിമറിക്കും. നിൻ്റെ മേൽ അത് ആധിപത്യം സ്ഥാപിക്കും. അതുകൊണ്ടാണ് അദ്ദേഹം അങ്ങനെ പറഞ്ഞത്. ഇഫ് വി ഓണസ്റ്റ്ലി ലുക്ക് അറ്റ് അവർ ലൈഫ്സ്. ഓണസ്റ്റ്ലി എന്നാൽ സത്യസന്ധമായി എന്നുള്ള അർത്ഥമാണ്. ഇവിടെ എച്ച് സൈലൻ്റ് ആയിരിക്കും. ഓണസ്റ്റ്ലി എന്നാണ് ഉച്ചരിക്കുക. ഇഫ് വി ഓണസ്റ്റ്ലി ലുക്ക് അറ്റ് അവർ ലൈഫ്. നമ്മുടെ ജീവിതങ്ങളിലേക്ക് നമ്മൾ സത്യസന്ധമായിട്ട് നോക്കിക്കഴിഞ്ഞാൽ വി വിൽ സീ ദാറ്റ്, നമുക്ക് കാണാൻ സാധിക്കും, മെനി ടൈംസ്, ഒരുപാട് സമയങ്ങളിൽ, വി നോവിങ്ലി അലോ അവർ മൈൻഡ്. നോവിങ്ലി എന്നാൽ അറിഞ്ഞുകൊണ്ട് നമ്മൾ നമ്മുടെ മനസ്സിനെ അനുവദിക്കുന്നു. നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് നമുക്ക് സത്യസന്ധമായിട്ട് നമ്മൾ നമുക്ക് കാണാൻ സാധിക്കും. ടു ഡു തിങ്സ് ദാറ്റ് വി ആർ അവെയർ ഓർ നോട്ട് റൈറ്റ് ഫോർ അസ്. നമ്മൾ കാര്യങ്ങൾ ചെയ്യുന്നു ദാറ്റ് വി ആർ അവെയർ ആർ നോട്ട് റൈറ്റ് ഫോർ അസ്. നമുക്കറിയാം അത് ശരിയല്ല എന്നുള്ള ബോധ്യം, ഈ ബോധ്യത്തോടു കൂടി നമ്മൾ ചെയ്യുന്നു. നമുക്ക് അറിയാം അത് ചെയ്യുന്നത് നല്ല കാര്യമല്ല എന്നുള്ളത്, എങ്കിൽ പോലും അത് നമ്മൾ ചെയ്യുന്നു. നമ്മൾ നമ്മുടെ മനസ്സിന് അതിന് ഇടം നൽകുന്നു. വി കൺവിൻസ് അവർ സെൽഫ് ബൈ സേയിങ്. കൺവിൻസ് എന്നാൽ ഇവിടെ വിശ്വസിപ്പിക്കുക എന്നുള്ള അർത്ഥം. വി കൺവിൻസ് അവർ സെൽഫ് ബൈ സേയിങ്. നമ്മളെ തന്നെ പറഞ്ഞുകൊണ്ട് നമ്മൾ വിശ്വസിപ്പിക്കുന്നു. ജസ്റ്റ് ഓൺലി വൺസ്, ഒരിക്കൽ മാത്രമേ ചെയ്യുകയുള്ളൂ എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ നമ്മുടെ മനസ്സിനെ തന്നെ നമ്മൾ വിശ്വസിപ്പിക്കുന്നു. ഇറ്റ് വോണ്ട് ബിക്കം എ ഹാബിറ്റ്. ഇതൊരു ശീലമായിരിക്കുകയില്ല. ഒരിക്കൽ മാത്രമേ ചെയ്യുകയുള്ളൂ എന്ന് പറഞ്ഞ്
നമ്മൾ നമ്മളെ തന്നെ പറഞ്ഞ് വിശ്വസിപ്പിച്ചുകൊണ്ട് നമ്മൾ ചെയ്യുന്നു. ബട്ട് ദാറ്റ്സ് വേർ പ്രോബ്ലം ബിഗിൻസ്. പക്ഷെ അവിടെ വെച്ചാണ് പ്രശ്നം തുടങ്ങുന്നത്. ദാറ്റ്സ് വേർ എന്നാൽ അവിടെ വച്ച്, ബിഗിൻസ് എന്നാൽ തുടങ്ങുന്നത്. ദ മൊമെൻറ്റ് യു ഗിവ് യുവർ മൈൻഡ് എ ലിറ്റിൽ ഫ്രീഡം. നിങ്ങൾ നിങ്ങളുടെ മനസ്സിന് ഒരു ചെറിയ സ്വാതന്ത്ര്യം നൽകുന്ന സമയത്ത് ഇറ്റ് സ്റ്റാർട്ട്സ് ഡിമാൻഡിങ് മോർ. അപ്പോൾ മനസ്സ് കൂടുതൽ ആവശ്യപ്പെടാനായിട്ട് തുടങ്ങുന്നു. ആൻഡ് വിത്തൗട്ട് ഈവൻ റിയലൈസിങ്. പക്ഷേ മനസ്സ് ബോധ്യമാകുക പോലും ചെയ്യാതെ യു ഫോൾ ഇൻ ടു ഇറ്റ്സ് ട്രാപ്പ്. നിങ്ങൾ അതിൻ്റെ കെണിയിലേക്ക് ചെന്ന് വീഴുന്നു. ദിസ് ഈസ് ഹൗ അഡിക്ഷൻസ് ആൻഡ് ബാഡ് ഹാബിറ്റ്സ് ടേക്ക് ബർത്ത്. അഡിക്ഷൻ എന്നാൽ ആസക്തി. ദിസ് ഈസ് ഹൗ എന്നാൽ ഇങ്ങനെയാണ് മോശം ശീലങ്ങളും മോശം ആസക്തികളും ജന്മമെടുക്കുന്നത്. ടേക്ക് ദ എക്സാമ്പിൾ ഓഫ് വാച്ചിങ് പോൺ. അശ്ലീല വീഡിയോ കാണുന്നതിൻ്റെ ഉദാഹരണമെടുക്കാം. മെനി യങ്സ്റ്റേഴ്സ് സ്റ്റാർട്ട് വാച്ചിങ് പോൺ ജസ്റ്റ് ഫോർ വൺസ്. മെനി യങ്സ്റ്റേഴ്സ്, ഒരുപാട് യുവാക്കൾ സ്റ്റാർട്ട് വാച്ചിങ് പോൺ വീഡിയോ കാണുന്നത് ആരംഭിക്കുന്നു. ജസ്റ്റ് ഫോർ വൺസ്, ഒരിക്കൽ മാത്രമായിട്ട് അവർ കാണാനായിട്ട് ആരംഭിക്കുന്നു. അങ്ങനെയാണ് ഒരുപാട് യുവാക്കൾ ആരംഭിക്കുന്നത്. വിത്തൗട്ട് ദി ഇൻറ്റൻഷൻ ഓഫ് ബിക്കമിങ് എ സ്ലേവ് ടു ഇറ്റ്. സ്ലേവ് എന്ന് വെച്ചാൽ അടിമ, ഇൻറ്റൻഷൻ എന്നാൽ ഉദ്ദേശം. ഇതിൻ്റെ അടിമ ആയിരിക്കുകയില്ല എന്നുള്ള ഉദ്ദേശത്തോടു കൂടിയാണ് പല യുവാക്കളും ഇത് കാണാൻ ആരംഭിക്കുന്നത്. ദേ ജസ്റ്റ് ഗിവ് ദെയർ മൈൻഡ് എ ലിറ്റിൽ സ്പേസ് ടു എൻജോയ്. അവർ അവരുടെ മനസ്സിന് ആസ്വദിക്കാനുള്ള ഒരു ചെറിയ ഇടം നൽകുന്നു. ബട്ട് സ്ലോലി, പക്ഷേ സാവധാനത്തിൽ ഇറ്റ് ബിക്കംസ്, അത് ആയിത്തീരുന്നു എ ഡീപ്പ് റൂട്ടഡ് ഹാബിറ്റ്. ഡീപ്പ് റൂട്ടഡ് എന്നാൽ ആയത്തിൽ വേരുപിടിച്ച. ഇതൊരു ആയത്തിൽ വേരുപിടിച്ച ഒരു ശീലമായിട്ട് മാറുന്നു. സാവധാനത്തിൽ അങ്ങനെ ആയി മാറുന്നു. ദ സെയിം ഹാപ്പൻസ് വിത്ത് ജങ്ക് ഫുഡ്. ജങ്ക് ഫുഡിൻ്റെ കാര്യത്തിലും ഇതേ കാര്യമാണ് സംഭവിക്കുന്നത്. വി നോ ഇറ്റ് ഈസ് ഹാംഫുൾ. വി നോ, നമുക്കറിയാം. ഇറ്റ് ഈസ് ഹാംഫുൾ, ഇത് അപകടകരമായതാണ് എന്ന് നമുക്കറിയാം. യെറ്റ്, എന്നിട്ട് പോലും വി ഗിവ് ഇൻ ജസ്റ്റ് വൺസ്, പക്ഷേ ഇതിന് നമ്മൾ ഒരു തവണ അവസരം നൽകുന്നു. ആൻഡ് ഓവർ ടൈം, അങ്ങനെ ഒരുപാട് സമയമായിട്ട് ഇറ്റ് അഫക്ട്സ് അവർ ഹെൽത്ത്, അത് നമ്മുടെ ആരോഗ്യത്തെ ബാധിക്കുന്നു. എനർജി ആൻഡ് അവർ ലൈഫ്, നമ്മുടെ ഊർജത്തെയും നമ്മുടെ ജീവിതത്തെയും നമ്മുടെ ആയുസ്സിനെയും ഇത് ബാധിക്കുന്നു. ദ മൈൻഡ് ഈസ് എക്സ്ട്രീംലി പവർഫുൾ. നമ്മുടെ മനസ്സ് വളരെയധികം ഊർജിതമായതാണ്. ഇറ്റ് ക്യാൻ ബി യുവർ ബെസ്റ്റ് ഫ്രണ്ട് ഓർ യുവർ വേഴ്സ്റ്റ് എനിമി. വേഴ്സ്റ്റ് എന്നാൽ അത്യന്തം നീചമായ എന്നുള്ള അർത്ഥമാണ്. ഇറ്റ് ക്യാൻ ബി എന്നാൽ അതിന് ആകാൻ സാധിക്കുമെന്നുള്ള അർത്ഥമാണ്. വേഴ്സ്റ്റ് എനിമി എന്നാൽ വളരെ മോശപ്പെട്ട സുഹൃത്ത്. നിങ്ങളുടെ മനസ്സിന് വളരെ നല്ല ഒരു സുഹൃത്തായി മാറാനും സാധിക്കും. അതല്ലെങ്കിൽ നിങ്ങളുടെ ഒരു വളരെ മോശപ്പെട്ട ഒരു ശത്രുവായി മാറാനും അതിന് സാധിക്കും. എ മൈൻഡ് വിത്തൗട്ട് കൺട്രോൾ ഈസ് ലൈക്ക് എ ഫാസ്റ്റ് റണ്ണിങ് കാർ. നിയന്ത്രണമില്ലാത്ത മനസ്സ് അതൊരു വേഗത്തിലോടുന്ന കാറ് പോലെയാണ്. എങ്ങനെയുള്ള കാറാണ്? വിത്തൗട്ട് എ സ്റ്റിയറിംഗ് വീൽ. ഒരു സ്റ്റിയറിംഗ് വീൽ ഇല്ലാത്ത വേഗത്തിലോടുന്ന കാറ് പോലെയാണ് നിയന്ത്രണമില്ലാത്ത മനസ്സ്. ഓർ അല്ലെങ്കിൽ എ ട്രെയിൻ വിത്തൗട്ട് ട്രാക്സ്. ട്രാക്കുകളില്ലാത്ത ഒരു തീവണ്ടി അത് എങ്ങനെയാണ് പോകുന്നത്? അതുപോലെയാണ്. അല്ലെങ്കിൽ സ്റ്റിയറിംഗ് ഇല്ലാത്ത ഒരു വേഗതയിലോടുന്ന കാറ് പോലെയാണ് നിയന്ത്രണമില്ലാത്ത മനസ്സ്. ഇറ്റ് ഹാസ് സ്പീഡ്, അതിന് വേഗതയുണ്ട്. പക്ഷേ നോ ഡയറക്ഷൻസ് ആൻഡ് ദാറ്റ് ഈസ് ഡേഞ്ചറസ്. പക്ഷെ അതിനൊരു ശരിയായിട്ടുള്ള ദിശയില്ല, അത് അപകടകരമായതാണ്. ദെർഫോർ, ആയതിനാൽ യു മസ്റ്റ് ലേൺ, നിങ്ങൾ തീർച്ചയായും പഠിക്കണം. ടു കൺട്രോൾ യുവർ മൈൻഡ്, നിങ്ങളുടെ മനസ്സിനെ നിയന്ത്രിക്കാൻ നിങ്ങൾ തീർച്ചയായും പഠിക്കണം. ആൻഡ് ഗൈഡ് ഇറ്റ്, അതിനെ ശരിയായ നിലയിൽ കൊണ്ടുപോകാനും നയിക്കാനും നിങ്ങൾ പഠിക്കണം. തീർച്ചയായും നിങ്ങൾ പഠിക്കണം. അതർവൈസ്, അല്ലാത്ത പക്ഷം ഇറ്റ് വിൽ ടേക്ക് കൺട്രോൾ ഓഫ് യുവർ ലൈഫ്, നിങ്ങളുടെ ജീവിതത്തിൻ്റെ നിയന്ത്രണം അത് ഏറ്റെടുക്കും.